അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഫിറോസ് കുന്നംപറമ്പിലാണ്. വളരെ എമർജൻസി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ഈ കിടക്കുന്ന. അച്ഛനും അമ്മയൊക്കെ തളർന്നു പോയിരിക്കുകയാണ്. നാടിനും സുഹൃത്തുക്കൾക്കൊക്കെ ഏറെ പ്രിയപ്പെട്ടവനാണ് അക്ഷയ്. പഠിക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ പോയിട്ടുള്ള പൊന്നുമോന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്റെ സുഹൃത്തുമായിട്ട് കൂടെ പഠിക്കുന്ന തന്റെ അയൽവാസിയായിട്ടുള്ള വിഷ്ണു എന്ന് പറയുന്ന തന്റെ സുഹൃത്തുമായിട്ട് പുറത്തിറങ്ങിയപ്പോ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് അക്ഷയ് ഗുരുതര പരിക്കുകളുമായിട്ട് ബാംഗ്ലൂരിലെ മണിപ്പാൽ ആശുപത്രിയിലെ ICUലാണ്. തലയ്ക്കും നട്ടലിനും ലങ്സിനും ഗുരുതര പരിക്കുകളായിട്ട് ചികിത്സിക്കാൻ പോലും വഴിയില്ലാതെയാണ് ഈ കാണുന്ന ജനങ്ങളും കുടുംബവും എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, ആ കുടുംബത്തിന്റെ പ്രതീക്ഷയെ തിരിച്ചേൽപ്പിക്കാൻ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ വേണ്ടിയുള്ള ചികിത്സാ സഹായം അത് എൻ്റെ നിയോജക മണ്ഡലത്തിലെ ഒരു വിഷയമാണ്. മണ്ണാർക്കാട് മണ്ഡലത്തിലെ കുമരമ്പത്തൂർ പഞ്ചായത്തിലെ അക്കിപ്പാടത്താണ് ഈ കുട്ടി. അക്ഷയ് പഠിക്കുന്നത് ബാംഗ്ലൂരിലാണ്. അക്ഷയും സുഹൃത്ത് വിഷ്ണുവും കൂടി ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ ബാംഗ്ലൂരിൽ വെച്ചുണ്ടായ ഒരു അപകടത്തിൽ വിഷ്ണു തൽക്ഷണം തന്നെ മരിക്കുകയുണ്ടായി. അക്ഷയ് ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടാണ് ഇപ്പോൾ ബാംഗ്ലൂരിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. വലിയ സംഖ്യയുടെ ചെലവുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് വേണ്ടി വരുന്നത്. ആ കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടണമെങ്കിൽ 25 ലക്ഷത്തിൽ പരം രൂപയുടെ ചെലവാണ് ആ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അത് സമാഹരിക്കാനുള്ള ഒരു ജനകീയമായ കൂട്ടായ്മയാണ് ഇവിടെ ഈ പ്രദേശത്ത്. എല്ലാവരും ഉണ്ട്, ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുമായി നമ്മളെല്ലാവരും സഹകരിക്കണം. ഒരു വീടിൻ്റെ നെടുന്തൂണാണ് ഈ കുട്ടി. ഈ കുട്ടിയിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് ഒരു പാവപ്പെട്ട കുടുംബം നിൽക്കുന്നത്. നമുക്കൊക്കെ അനുജന്മാരും സഹോദരന്മാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കുട്ടിയെ നമുക്ക് ജീവിതത്തിലേക്ക്, അക്ഷയിനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. പലതുള്ളി പെരുവെള്ളമാണ്. എല്ലാവരും ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാവണമെന്ന് വളരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ KPS പയ്യനടം ഈ പ്രദേശത്തുകാരനായ ഒരു എഴുത്തുകാരനാണ്. ഈ പ്രദേശത്തുള്ള അക്ഷയ് എന്ന ചെറുപ്പക്കാരൻ ബാംഗ്ലൂരിൽ വെച്ചുണ്ടായ വലിയൊരു വാഹനാപകടത്തിൽപ്പെട്ട് അതീവ ഗുരുതരാവസ്ഥയിൽ ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വളരെ നിർധന കുടുംബത്തിൽപ്പെട്ട ഈ ചെറുപ്പക്കാരൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈ നാടൊരുമിച്ച് ഒരൊറ്റ മനസ്സായി ഇന്ന് കൂടിച്ചേരുകയാണ്. ഈ ഒരു നിർധന കുടുംബത്തെ സഹായിച്ചുകൊണ്ട് ആ കുടുംബത്തിൻ്റെ കണ്ണുനീരൊപ്പാൻ, ആ യുവാവിൻ്റെ ജീവൻ തിരിച്ചെടുക്കാൻ നാട്ടിലെ എല്ലാ നല്ല മനസ്സുള്ളവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് വളരെ വളരെ വിനീതമായി, വളരെ സ്നേഹത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ അക്കിപ്പാടം മഹല്ല് ഖത്തീബ് ഷാഫി ഫൈസി കോൽപ്പാടം. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അക്ഷയ് വളരെ പ്രയാസപ്പെടുന്ന നിർധന കുടുംബത്തിലെ അംഗമാണ്. അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വലിയ സാമ്പത്തികമായ സംഖ്യ ആവശ്യമുണ്ട്. ആയതുകൊണ്ട് എല്ലാ ആളുകളും ഈ സംരംഭത്തോട് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ നൽകുന്ന സംഭാവന സ്വീകരിക്കണം. ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും പ്രിയപ്പെട്ട അക്ഷയന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് 25 ലക്ഷം രൂപ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലേക്ക് സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അക്ഷയ് ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ടും അതുപോലെ തന്നെ അക്ഷയുടെ അമ്മയുടെ പേരിലുള്ള ഷീബയുടെ പേരിലുള്ള ഗൂഗിൾ പേയും ഫോൺ പേയും പേടിഎമ്മും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. ആ കുടുംബത്തിന്റെ ഏക അത്താണിയാണ്. ഒരു നാട് മുഴുവൻ നിങ്ങളുടെ മുന്നിൽ അക്ഷയന്റെ ജീവന് വേണ്ടിയിട്ട്, അക്ഷയനെ സഹായിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുക. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് 25 ലക്ഷം രൂപ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമസ്കാരം. ഞാൻ കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിലെ CDA ചെയർപേഴ്സണാണ് സുനിത. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വരാൻ കാരണം നമ്മുടെ CDS മെമ്പർ ആയ ഷീബയുടെ കുട്ടി, നമ്മുടെ പഠിക്കാൻ പോയിരിക്കുന്ന കുട്ടിയാണ്. ബാംഗ്ലൂരിൽ അപകടത്തിൽപ്പെട്ട് നല്ല ഗുരുതരാവസ്ഥയിലാണ്. ഞാൻ അക്കിപ്പാടം പ്രദേശത്ത് താമസിക്കുന്ന ആൾ അപകടത്തിൽപ്പെട്ടു. വിഷ്ണു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ സമയത്ത് ആ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അക്ഷയ് വളരെ ഗുരുതരാവസ്ഥയിൽ ബാംഗ്ലൂരിലെ മണിപ്പാൽ ഹോസ്പിറ്റൽ ചികിത്സയിലാണ്. അടുത്തിൻ്റെ ആ മകൻ്റെ ജീവൻ രക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഞങ്ങളുടെ ഈ സംരംഭത്തിന് ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞാൻ അഷ്റഫ് വെള്ളപ്പാടം, റിയാദ് KMCCയുടെ സെൻട്രൽ കമ്മിറ്റി ട്രഷറാണ്. ഈ അക്ഷയുടെ
നമ്മുടെ ഒരു ഇതിലിപ്പോൾ ആക്സിഡൻറ്റിൽപ്പെട്ട അക്ഷയുടെ കുടുംബത്തിനും അക്ഷയെ സഹായിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് KMCC ഗ്ലോബൽ KMCCയിൽ എല്ലാവരോടും ഞാൻ ഉണർത്തുകയാണ്. ഓരോ KMCCക്കാരനും ഈ സഹോദരനെ രക്ഷിക്കാൻ വേണ്ടി രംഗത്ത് വരുന്നത് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. കുമരമുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റാണ് ഞാൻ. ബാംഗ്ലൂരിൽ വെച്ച് ഒരു വാഹനാപകടത്തിൽപ്പെട്ട് ഗുരുതരമായ അവസ്ഥയിലാണ് ആ പൊന്നുമോൻ. ഇപ്പോൾ മരണത്തോട് മല്ലടിക്കുകയാണ്. 25 ലക്ഷം രൂപയോളം ചിലവ് വരും ചികിത്സാ ധനസഹായത്തിനായി. അപ്പോൾ നാട് മുഴുവൻ ഈ മോൻ്റെ പൊന്നു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു കൂട്ടായ്മയായി ഞങ്ങൾ ഇന്നിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരോടും കഴിയുന്ന ധനസഹായം ഈ പൊന്നുമോൻ്റെ ചികിത്സാ ധനസഹായത്തിനായി ചെയ്തു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.